ഹായ്, ഇന്ന് സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ്. അപ്പം 4, 5, 6 ഈ 4, 5, 6 ദിവസങ്ങളിൽ ഈ ഒരാഴ്ച തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ വേറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഒരു ഗിവ് അവേ നടത്താൻ പ്ലാനിങ്ങിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പേ തന്നെ ഒരുപാട് ഗിവ് അവേസ് നടത്തി കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ഗിവ് അവേ നടത്തി കഴിഞ്ഞു. ഗിവ് അവേയുടെ എന്താ സംഭവം എന്ന് വെച്ചാൽ പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദളപതി വിജയുടെ ഗോട്ട് എന്ന സിനിമയുടെ ഒരു ടിക്കറ്റാണ് നമ്മൾ അതിലൂടെ വിജയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ദ ഗോട്ട് എന്ന സിനിമയാണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന നമ്മുടെ ദളപതി വിജയുടെ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നമ്മുടെ ദളപതി വിജയുടെ അവസാനത്തെ സിനിമയല്ല, പിന്നെ ഒരു ഇടവേള എടുക്കാൻ പോവുകയാണെന്ന് എന്നാണ് പറയുന്നത്. അതിനുശേഷം ആയിരിക്കും ഇനിയുള്ള സിനിമകളൊക്കെ വരിക എന്നുള്ളതാണ്. അതിന് മുമ്പേ എച്ച് വിനോദിൻ്റെ ഒരു സിനിമ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാളെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ഉപാധിപ്പെടുന്ന സിനിമയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സ്നേഹ, ലൈല, മീനാക്ഷി ചൗധരി, പ്രശാന്ത്, പ്രഭുദേവ അങ്ങനെ ഒരുപാട് താരനിരകൾ തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ടെന്നുള്ളതാണ്. സെപ്റ്റംബർ മാസം 5-ാം തീയതി രാവിലെ 4 മണിക്കാണ് പിന്നെ ഷോ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 4 മണിക്ക് എന്തായാലും കണ്ടിട്ട് നിങ്ങൾ മുന്നിൽ ഈ റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. എൻ്റെ മറ്റേ ചാനലിൽ റിവ്യൂ എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഈ ഒരാഴ്ചത്തെ റിലീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗിവ് അവേ ആണ് നടത്താൻ പോകുന്നത്. എൻ്റെ ഒരു ചാനൽ കാണുക, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുകൂടാതെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നല്ല നല്ല കമൻസുകൾ എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല കമൻസ് ആ ഒരു കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിജയെ തിരഞ്ഞെടുക്കുന്നത്. ഞായറാഴ്ച പിന്നെ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ പിന്നെ വിജയെ തിരഞ്ഞെടുക്കും. ഞായറാഴ്ചത്തെ ഷോ അതിന് ശേഷമുള്ള ഏത് ഷോ ആരാണോ വിജയ് അവർ പറയുന്ന പിന്നെ ദിവസത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും പിന്നെ നല്ല നല്ല കമൻറ്റുകളുടെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഈ ഒരു പിന്നെ ക്രൈറ്റീരിയ എന്നുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നല്ല നല്ല കമൻസുകളുണ്ട്. കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിജയെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമ മാത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയാണ് ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകൾ ആഗസ്റ്റ് മാസം 30, 29, 30, 31 തീയതികൾ റിലീസ് ചെയ്ത സിനിമകൾ ഞാൻ ചെയ്തിരുന്നു. അതിൽ 4 സിനിമകളായിരുന്നു ഞാൻ ചെയ്തതെന്ന് തോന്നും. അതുകൂടാതെ വേറെ 3 സിനിമകൾ കൂടി ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ചുരുൾ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ ഭാഗത്തുള്ള സിനിമയാണ്. ഒരു കൊച്ചു സിനിമയാണ്. വലിയ താരനിരകളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് ഈ സിനിമ. അരുൺ ജെ മോഹനാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും സംവിധാനമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. രാഹുൽ രാജഗോപാലും പ്രമോദ് വെള്ളിയനാട്, കലാഭവൻ ജിറ്റോ, രാജേഷ് ശർമ്മ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമയാണ് സംഭവ സ്ഥലത്ത് നിന്ന് പറഞ്ഞ സിനിമയാണ്. ഡ്രാമ ത്രില്ലർ ഭാഗത്തുള്ള സിനിമയാണ്. സിൻസീർ മുഹമ്മദ്, ഡയാന ഹമീദ്, ലാൽ ജോസ്, സുധീർ കരമന, അശ്വത് ശ്രീകാന്ത് എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിൻഡോ ഡേവിഡാണ് ഈ സിനിമയുടെ എഡിറ്റർ, അതുപോലെ തന്നെ സംവിധായകനും സിൻഡോ ഡേവിഡാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമയാണ്. കുറഞ്ഞ തിയേറ്ററിലൊക്കെ ഇപ്പോഴും ഈ സിനിമ കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. അടുത്തുള്ളത് കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വിനോദ് കോവൂർ, അതുപോലെ തന്നെ നീമ മാത്യു, സുമിത്ത്, ഷുക്കൂർ, വക്കീൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഫൈസൽ ഹുസൈനാണ് സംവിധാനം, ഡയറക്ടർ. ഈ സിനിമയുടെ സംവിധാനം, റൈറ്റർ, സ്ക്രീൻപ്ലേ ഫൈസൽ ഹുസൈനാണ്. ഈ സിനിമയും കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്തതാണ്. കുറേ തിയേറ്ററിലൊക്കെ ഈ 3 സിനിമകളും കുറേ തിയേറ്ററിലൊക്കെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ കൊച്ചു സിനിമകളാണ് ഇതൊക്കെ. കാണുന്ന ആഗ്രഹമുള്ളവർ പോയി കണ്ടു നോക്കുക. ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എന്താണെന്ന് അറിയില്ല. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരാഴ്ച റിലീസ് ചെയ്യുന്നത് 5-ാം തീയതി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ ഈ സിനിമ മാത്രമേ ദളപതി വിജയുടെ പടമാണ്. അപ്പോൾ പിന്നെ 700ഓളം സ്ക്രീനിലാണെന്ന് തോന്നി ഈ സിനിമ റിലീസ് ചെയ്യുന്നതുള്ളതാണ്. അതുകൂടാതെ തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററിലും ഈ ഒരു സിനിമയാണ് കളിക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. എന്നാലും ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിരിക്കും മിക്കവാറും ഈ ഒരു സിനിമ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. ഗീവ് അവേ ഉണ്ട്. പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ഗിവ് അവേസ് നടത്താറുണ്ട്, കിസ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഇതുപോലെ ടിക്കറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലൊരു ഭാഗമാകുക. ഓക്കെ, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്, ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് എല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.